കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവിടെ വെച്ചിട്ടാണല്ലേ നിർത്തിയത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് തുടർന്നാലോ. ഞങ്ങളിതാ വിശന്ന് വലിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. അവിടുത്തെ മെയിൻ സാലഡാണ് കേട്ടോ അത്. എവിടെ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു സാലഡേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന നൂഡിൽസും അതുപോലെ തന്നെ റൊട്ടിയും ദാൽ കറിയാണ് കേട്ടോ. എൻ്റെ തീറ്റ കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വരിക കേട്ടോ. ഇതുവരെ കാണാത്ത പോലെയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ നൂഡിൽസൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ നിൽക്കുന്നതിന് തൊട്ട് മേലെ ആയിട്ടാണ് കേട്ടോ ഹിഡിംബാദേവി ടെമ്പിൾ ഉള്ളത്. ഞങ്ങളിത് അങ്ങനെ ഓട്ടോയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നടക്കാനുള്ള മടി കൊണ്ട് ഞങ്ങളെല്ലാവരും ഓട്ടോറിക്ഷയിൽ കയറിയിട്ടാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഓട്ടോ എല്ലാം നമ്മളെ കേരളത്തിലെ ഓട്ടോ പോലെ തന്നെയാണ് കേട്ടോ കാണാനും. അങ്ങനെ ഞങ്ങളിതാ ദേവി ടെമ്പിളിൻ്റെ മുമ്പിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇറങ്ങുമ്പോൾ ഉള്ള കാഴ്ച ഇതാണ് കേട്ടോ. ഓരോരോ ചെറിയ ചെറിയ കച്ചവടക്കാരാണ് കേട്ടോ ഇവിടെ ഉണ്ടാകുക. അതുപോലെ തന്നെ ദേവീൻ്റെ ഇത് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തോ പൂജാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇന്നിവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയപ്പോൾ വിചാരിച്ചു എന്താ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുകയായിരുന്നു കേട്ടോ. ഇവനെ കണ്ടോ നിങ്ങൾ? എന്ത് രസമല്ലേ. ഇവനെ ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു പ്രതിമേറ്റാണ് എന്ന്. പക്ഷെ ജീവനുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മളിതാ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കുന്ന സമയത്ത് ഇതാ കുറേ സ്ത്രീകൾ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓരോരുത്തർ ഓരോ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികം ഇവിടെ സ്ത്രീകളാണ് കേട്ടോ ഇങ്ങനെയുള്ള കച്ചവടമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടെമ്പിൾ ഞാൻ ആദ്യമായിട്ട് കാണുന്ന നമ്മൾ അല്ലു അർജുൻ്റെ സിനിമയിലെ ഹീറോ, അതിലാണ് കേട്ടോ ഈ ടെമ്പിൾ ആദ്യമായിട്ട് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.